ആറാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറുകളും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നൂസിലുബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. താഴെ നിങ്ങൾക്ക് 6 ചോദ്യം കാണാം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട്. ഡാഷ് ഇട്ട ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കണം. വായിച്ചു നോക്കാം. കുല്ലു തോലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം. ലി എദുറുസ്, പഠിക്കട്ടെ. അത് അമ്ര ഓയിബാണ്. സ്ഥലത്തില്ലാത്തവരോടുള്ള കൽപ്പന അമ്ര ഓയിബാണല്ലോ. അവൻ, അവർ, 2 പേർ, അവർ, ഒരുപാട് പേർ, ആണാവട്ടെ പെണ്ണാവട്ടെ. അവർ എന്നുള്ള സ്വരം അമ്ര ഓയിബിൻ്റേതാണ്. കാരണം അവരിവിടെ ഇല്ല, മറിഞ്ഞവരാണ്. നേരെ മറിച്ച് നീ, നിങ്ങൾ, 2 പേർ, നിങ്ങൾ, കുറേ പേർ, ഗേൾസ് ആവട്ടെ ബോയ്സ് ആവട്ടെ, ആ സ്വരം നീ എന്ന്, നിങ്ങൾ, 2 പേർ, ആ ഒരു സ്വരം അമ്ര ഹാളിറിൻ്റേതാണ്. കാരണം സ്ഥലത്തുള്ള ആളുകളോടാണ് നമ്മൾ നീ എന്ന് പറയുക. ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ അമ്ര ഹാളിർ ഓയിബും. ഇനി അടുത്തത് കുല്ലു ദാരിസിം ഫി വക്തിൽ ലഅബി, കളിയുടെ സമയത്ത് എല്ലാ വിദ്യാർത്ഥിയും ലി അൽ അബ്, കളിക്കട്ടെ. മൂന്നാമത്തത് ഉൻസുർ അഹാക്ക, നിൻ്റെ സഹോദരനെ നീ സഹായിക്ക്. നീ ഏതാണത്? അമ്ര ഹാളിറാണ്. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യുക, അതും അമ്ര ഹാളിറാണ്. കാരണം നിങ്ങൾ എന്ന് വന്നില്ലേ, ആർക്ക്? മംഫിൽ അർലി, ഭൂമിയിലുള്ളവർക്ക്. അഞ്ചാമത്തത് കുലിൽ ഹക്ക, സത്യത്തെ നീ പറയുക. വൈൻകാന മുറൻ, കയ്പുള്ളതാണെങ്കിലും. അപ്പോൾ കുലി എന്നുള്ളത് എന്താണ്? അമ്ര ഹാളിറാണ്. ഇനി ലി യക്തുബ്, എഴുതിക്കൊള്ളട്ടെ. കുല്ലു തോൽവിൻ, എല്ലാ വിദ്യാർത്ഥിയും ഫി ദഫ്തരിഹി, നോട്ട് പുസ്തകത്തിൽ എഴുതിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏകവചനം, ബഹുവചനം, ആണ്, പെണ്ണ്, അമ്ര ഹാളിർ ഓയിബ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ലിസാൻ്റെ അവസ്ഥ അറിയാലോ, 1 വേർഡ് ചോദ്യങ്ങളായിരിക്കും അധികം. തെറ്റിയാൽ ആരെ മാർക്ക് പോലും കിട്ടുകയില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അറിയുന്നില്ലെങ്കിൽ ഉസ്താദിനോട് ഒരു തവണ കൂടെ ചോദിക്കുക. എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എഴുതുക. ഉസ്താദ്മാരെന്തിനാണ്? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ലിസാൻ്റെ പരീക്ഷകളൊക്കെ ഉപയോഗപ്പെടുത്തി അർത്ഥം പരമാവധി അറിഞ്ഞുകൊണ്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം കമൻറ്റിലൂടെ താങ്ക്സോ അൽഹംദുലില്ലയോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവർക്ക് യോജിച്ച അമ്ര ഹാളിർ ചേർത്തി കൊടുക്കാനാണ്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. 6 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തത് കതബ യക്തുബു, മാലി മുലാരി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അമ്ര ഹാളിർ എഴുതി കൊടുത്താൽ മതി. ഉക്തുബ് എന്നാണ്, ബു എന്നാണ് അതിലുള്ളത്. അത് തെറ്റാണ്. ഉക്തുബ് എന്നാണ്. അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. അവസാനത്തേന് സുക്കുൻ ചെയ്യല്ലോ. ഇനി കഫ യക്ഫി, ഇല്ലത്തിൻ്റെ അക്ഷരമുണ്ട് ലാസ്റ്റ്, അതിനെ കളയും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇക്ഫി, അത്രയേ ഉള്ളൂ. അമറ യഉമുറു, മുർ എന്നാണ് അതിൻ്റെ അമ്ര ഹാളിർ. സാറ യസീറു, സിർ എന്നാണ്. ബാല യബൂലു, ബുൽ. ഷരിബ യഷ്റബു, ഇഷ്റബ്. ഇങ്ങനെയാണ് അതിൻ്റെ അമ്ര ഹാളിർ എഴുതി കൊടുക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. എന്തായാലും അമ്ര ഹാളിറോ ഓയിബോ എഴുതാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കാനാണ്. നുക്കമ്മിലു, അദാത്തു നഫി ഫിൽ മാലി, മാലിയിൽ നഫിയുടെ അടയാളം. മാലി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായത് കഴിഞ്ഞതാണ്. കുടിച്ചു, കുളിച്ചു ഒക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ കുളിച്ചില്ല, കുടിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ആക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാലിയിൽ ഹറഫു മാ ഫി അവലിൽ ഫിഹ്ലി, ക്രിയയുടെ ആദ്യത്തിൽ മാ എന്ന ഹറഫ് കൊടുക്കുക എന്നാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അദാത്തു നഫി ഫിൽ മാലി ഹറഫു മാ, മാ എന്ന അക്ഷരം കൂടുതലാക്കിയാൽ മതി. അപ്പോൾ കുളിച്ചു എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ഒസല, മാ ഒസല, കുളിച്ചില്ല. ഇനി കുടിച്ചു എന്നുള്ളതിന് ഷെരിബ, കുടിച്ചു. മാ ഷെരിബ, കുടിച്ചില്ല. മനസ്സിലായല്ലോ. ഇനി ഇതാ ദഖല ഹറഫു ല, ല എന്ന അക്ഷരം പ്രവേശിച്ചാൽ ഫി അവലിൽ ഫിയലിൽ മുലാരി, മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ, അഥവാ എഫ് അലു
എളിരിബു, യൻസുറു എന്നൊക്കെയുള്ള മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിച്ചാൽ യകൂനു മൻഫിയൻ, അത് മൻഫിയാകും. ഇതേപോലെ അപ്പം എന്താവും? കുടിക്കും എന്നുള്ളത് കുടിക്കൂല. ഇനി കഴിക്കും എന്നുള്ളത് കഴിക്കൂല. വ ഇല്ലാ യകൂനു മുസ്ബത്തൻ, അങ്ങനെ മൻഫി ആയിട്ടില്ലെങ്കിൽ അത് മുസ്ബത്താകും. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ക്രിയ നടക്കുന്നത് കുടിക്കും കുളിക്കും എന്നുള്ളതാകും എന്നാണ്. അപ്പോൾ മാദിയിൽ ഇല്ല എന്നുള്ള അർത്ഥം വരാൻ മായും, മുസ്തഖ്ബിലിൽ മുലാരിയിൽ ലായും അതിൻ്റെ ആദ്യത്തിൽ കൊടുക്കലാണ്. യക്കൂനു മംഫിയൻ, മംഫിയാകും. വ ഇല്ല യക്കൂനു മുസ്ബത്തൻ, അപ്പോൾ മംഫി ആയിട്ടില്ലെങ്കിൽ അതെന്താവും? ലാ ഇല്ലെങ്കിൽ മുസ്ബത്താകും. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന സംഭവം നടക്കുന്നതിനാണ് മുസ്ബത്ത് എന്ന് പറയാം, നടക്കാതിരിക്കുന്നതിനാണ് മൻഫിയും പറയാം. ഇനി അടുത്ത ചോദ്യം നുമയീസു, നാലാമത്തത് വേർതിരിക്കാനാണ്. ജുംലത്തുൻ ഫിഅലിയ, ജുംലത്തുൻ ഇസ്മിയ എന്നിങ്ങനെയാണ് വേർപിരിക്കേണ്ടത്. ജുംല എന്ന് പറഞ്ഞാൽ അർത്ഥവത്തായ ഒരു വാക്ക് എന്നാണ്. അത് ഫീലിയ എന്ന് പറയുമ്പോൾ ക്രിയകൾ കൂടിയ നിലക്ക് അഥവാ പ്രവർത്തനങ്ങൾ കൂടിയ നിലക്ക് അർത്ഥം പൂർത്തിയായ ജുംല എന്നുള്ളതാണ്. ഇസ്മിയായ ജുംല എന്ന് പറയുമ്പോൾ ഇസ്മുകൾ, നാമങ്ങളും പേരുകളൊക്കെ മറ്റും കൂടിച്ചേർന്നിട്ട് ഒരർത്ഥം വരുന്ന പ്രയോഗങ്ങളാണ്. ഇപ്പോൾ അൽ വലതു, കുട്ടി, നായിമുൻ ഉറങ്ങുന്നവരാണ്. പിന്നെ അൽ ഹദീക്കത്തു, പൂന്തോട്ടം, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. അടുത്തത് സുർന, ബ്രാക്കറ്റാണ് വായിക്കുന്നത്, ഞങ്ങൾ സന്ദർശിച്ചു. കണ്ടില്ലേ, ഞങ്ങൾ പോയി സന്ദർശിച്ചു. മക്കാബിറ സോലിഹീന, സോലിഹീങ്ങളുടെ മക്ബറകളെ. ഇനി നെക്റഉ, ഞങ്ങൾ ഓതും. കണ്ടില്ല, അതൊരു ക്രിയയാണ്. ഞങ്ങൾ സന്ദർശിച്ചു, അതും ക്രിയയാണ്. കുല്ല ലൈലത്തിന്, എല്ലാ രാത്രിയും സൂറത്ത് യാസീൻ. അടുത്ത ലാ യർള, അള്ളാഹു തൃപ്തിപ്പെടൂല. കണ്ടില്ല, അതൊരു ഒരു ക്രിയയാണ്. ലി ഇബാദിഹി അൽ കുഫറ, അവൻ്റെ അടിമകൾക്ക് അവിശ്വാസത്തെ അള്ളാഹു ഇഷ്ടപ്പെടൂല. അള്ളാഹു ആകുന്നത് നൂറ് സമാവാത്തി, ആകാശ ഭൂമികളുടെ വെളിച്ചമാണ്. നൂറ് പ്രകാശമാണ്. സമാവാത്തി, ആകാശത്തിൻ്റെ വെളിച്ചമാണ് അള്ളാഹു. അപ്പോൾ ഇതിലൂടെ തന്നെ, ഈ വായിച്ചയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ഫീല് ഏതാണ് ഇസ്മ എന്നുള്ളത്. ഇപ്പോൾ സുർന നമ്മൾ പറഞ്ഞു, അത് ഫീലാണ്. നെക്റവ് നമ്മൾ വായിക്കുന്നു, അതും ഫീലാണ്. ലാ യറുള്ള, അള്ളാഹു തൃപ്തിപ്പെടില്ല, അതും ഫീലാണ്. അപ്പോൾ അതൊക്കെ ജുംലത്തുൻ ഫീലിയയിൽ എഴുതും. ഇനി അൽ വലതു, കുട്ടി എന്നുള്ളത് നമ്മൾ പേരല്ലേ, നായിമുൻ ഉറങ്ങുന്നവനാണ്, അത് ഇസ്മിയാണ്. അൽ ഹദീക്കത്തു, പൂന്തോട്ടം എന്നുള്ളത് പറയുമ്പോൾ തന്നെ പൂന്തോട്ടത്തിലേക്ക് നമ്മളെ മൈൻഡ് പോകുന്നില്ല, അതൊരു പേരല്ലേ, ജമീലത്തുൻ ഭംഗിയുള്ളത്. പിന്നെ അള്ളാഹു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, അത് പേരാണ്. നൂറ് സമാവാത്തി, ആകാശത്തിൻ്റെ വെളിച്ചമാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരും നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചോളൂ. അഞ്ചാമത്തത് നുസരിഫ്, സർഫാക്കാനാണ്. എന്തായാലും ഉണ്ടാവും. 6ാം ക്ലാസ്സിൽ സർഫാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് 15% മാർക്ക് പോയി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സർഫാക്കുന്നത് എല്ലാവരും പഠിച്ചു വെക്കുക. ലാ തക്തുബ്, ലാ തക്തുബാനി, ലാ തക്തുബൂന, ലാ തക്തുബീന, ലാ തക്തുബാനി, ലാ തക്തുബിന, ലാ അക്തുബു, ലാ നക്തുബു. ഇത് ഏതാണ്? മുലാരിഹ് ഹാലറാണ്, മുലാരിഹിൻ്റെ ഹാലറാണ്. ഇനി മാ ദഹബത്ത്, അത് മാലിയാണ്, കാരണം മാ വന്നില്ലേ. മാ ദഹബ്ത, മാ ദഹബ്തുമ, മാ ദഹബ്തും, മാ ദഹബ്തി, മാ ദഹബ്തുമ, മാ ദഹബ്തുന്ന, മാ ദഹബ്തു, മാ ദഹബ്ന. ഇനി തമുദ്ദൂന, തമുദ്ദീന, തമുദ്ദാനി, തംദുദിന, അമുദ്ദു, നമുദ്ദു. അത് മുലാരിയാണ്. തമുദ്ദൂന അത് ജം ആണ്, ജം മുദക്കറിൽ വെച്ചതാണ്. എന്നിട്ട് പിന്നെ തമുദ്ദീന, തമുദ്ദാനി, തംദുദിന, അമുദ്ദു, നമുദ്ദു. അങ്ങനെയാണ്. അപ്പോൾ അല്പം ഒരു പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണത്. അത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് സ്ഥലത്തുള്ള ഒരുപാട് ആണുങ്ങളുടെ പേരിൽ അറിയിക്കുന്നതാണ് തമുദ്ദൂന. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെണ്ണ്, 2 പെണ്ണ്, ഒരുപാട് പെണ്ണുങ്ങൾ, അതാണ് തംദുദിന. പിന്നെ അമുദ്ദു ഞാൻ, നമുദ്ദു നമ്മൾ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുജീബ്, ഉത്തരം എഴുതാനാണ്. അതിലുള്ള ചോദ്യം അൽ അംറു നൗആനി മാഹുവ, അംറു 2 ഇനമുണ്ടല്ലോ, ഏതൊക്കെയാണ്? അംറു ഗായിബ്, അംറു ഹാളിർ. രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ, ജുംലത്തുൻ ഇസ്മിയ എന്താണ്? അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുക. തുസമ്മ ജുംലത്തുൻ ഇസ്മിയ, അതിനക്ക് ജുംലത്തുൻ ഇസ്മിയ എന്ന് പേര് നൽകപ്പെടും. അപ്പോൾ ഇസ്മു കൊണ്ട്, നാമം കൊണ്ട് തുടങ്ങുന്ന ജുംലകളൊക്കെ ഇസ്മിയായ ജുംലകളാണ്. അതത് മനസ്സിലാക്കാനുള്ള വലിയൊരു ട്രിക്കാണ്, ഓർത്ത് വെച്ചോളൂ. ഇനി ഏഴാമത്തത് നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ലുരിബർ റജുലു ഫി ളുൽമത്തിൽ ലൈലി,
ഇരുളിൻ്റെ മറവിൽ പുരുഷൻ അടിക്കപ്പെട്ടു. അന അജീവു ഇലൽ മദ്രസത്തി ഓതൻ, ഞാൻ നാളെ മദ്രസയിലേക്ക് വരും. അപ്പോൾ ഇത് ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല, ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗമൊക്കെ നന്നായി അർത്ഥം വെച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ നൽകുന്നു, വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ സർഫാക്കാനുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫീലുകളും സർഫാക്കി പഠിക്കുക. മാലി, മുലാരി, അമ്ര, ആളിർ, അമ്ര വായിബ് എല്ലാം സർഫാക്കി പഠിക്കുക. എങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഒന്നുകൂടെ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുക. വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോകൾ നമുക്ക് വരാനുണ്ട്. എല്ലാവരും കൂടെ കൂടുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.